നടന്നെന്നറിയോ മാമ? ഇവരാണ് പ്രാന്ത് കാണിക്കുന്നത് മുഴുവൻ. ഇന്നലെ എന്തോ മാമൻ ചോദിച്ചു നോക്കണം, 17-ാം തീയതി നടന്ന അതൊന്ന് കാണിച്ചേന്ന് ചോദിക്കണം. നിങ്ങളുടെ ക്യാമറ ഉണ്ടല്ലോ, ഇതിന് കാണിച്ച ബുദ്ധി ഒന്ന് കാണിച്ചെന്ന് ചോദിച്ചാൽ മാമന് കാണാം അവന്റെ ബുദ്ധികളൊക്കെ. അവൻ SNDP മാമൻ ചോദിക്കണം, മാമ 17-ാം തീയതി ഇവിടെ ഭയങ്കര ഗുസ്തിയൊക്കെ നടന്നല്ലോ, ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ, ഒന്ന് കാണിച്ചേന്ന് പറയണം. ക്യാമറകൾ വെച്ചിരിക്കുന്നത് ഞങ്ങളും ഇതിനകത്തെ അംഗങ്ങളല്ലേ ഒന്ന് കാണട്ടെന്ന് ചോദിക്കണം മാമ. ഇവൻ എന്തെല്ലാം ഒരു ഇന്ന് പറഞ്ഞിട്ടല്ലോ, ഇന്നലെ 17 കേട്ടോ. വൈകിട്ടത്തെ 7 മണിക്ക് മുമ്പുള്ള സംഭവമാണ്. 7:05 മുന്നേ പോകും, കഴിഞ്ഞു പല്ല അതിന് മുന്നേ 7:10 അങ്ങോട്ട് പോകത്തില്ല എന്തായാലും കേട്ടോ. ഈസി ആയിട്ട് കാണാൻ പറ്റും ഇവൻ കാണിക്കുന്ന കൂട്ടുകൾ അവിടെ. ഈ പപ്പജൻ എന്ന് പറയുന്നവൻ ഇവിടെ മാമനോട് ഇന്ന് ഞാൻ ഇതുപോലെ കാര്യം പറയുമ്പോ, ഇന്നലെ ഞാൻ ഇതുപോലെ ഈ ക്യാമറ ഓഫ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ശീലം മാമനെ ഇതുപോലെ വിളിച്ച് മാമ വേണ്ടി ഇതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവനൊക്കെ വന്ന് ഇങ്ങോട്ട് പോ പിന്നെ അങ്ങ് തെറി വിളിക്കാൻ തുടങ്ങി. തെറി വിളിക്കുക, നിന്നെ കാണിച്ചു തരോടി, അങ്ങനെയോടി ഇങ്ങനെയോടി, പിന്നെ അങ്ങോട്ട് ഓടിച്ചെന്നൊരു ചൂലെടുത്തോണ്ട് വരുന്നു, പിന്നെ കമ്പി കുത്തുന്ന ഈ വിളക്കുണ്ടല്ലോ മാമ, ആ കമ്പിയെല്ലാം എടുത്തോണ്ടെങ്കിൽ വരികയില്ല. നമ്മളൊക്കെ അതിനെ പറഞ്ഞോ എനിക്ക് മറ്റേതാണെന്ന്. ഇവരൊക്കെ എന്ത് ചെയ്താലും അവർക്കൊരു കുഴപ്പമില്ല, നോർമലാ. നമ്മൾക്ക് സംസാരിക്കാനും പറ്റത്തില്ല. ഇവർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ മിണ്ടരുത്, നമ്മളങ്ങ് സഹിച്ചോണമെന്ന്. അതെന്തോ നമ്മ അത് എടുത്ത നിയമമാണ്. ഗൗരവം അറിയത്തില്ല. ഇവന്മാര് ചെയ്യുന്നുണ്ടല്ലോ ആജീവനാന്തം, ഇവന്മാര് പോയി ജയിലിൽ കിടക്കുന്ന കാര്യങ്ങൾ ഇവന്മാർ ചെയ്യുന്നത്. ഇവന്മാർക്ക് ആര് ധൈര്യം കൊടുക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര ക്രിമിനൽസ് ആണ് ഇവിടെ കുറെ എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് ഇവന്മാർക്ക് ഇത്ര ധൈര്യം. അല്ലെങ്കിലേ വേറെ വല്ലയിടത്തൊക്കെ ആണെങ്കിൽ ഇവന്മാർ എന്നെ ചെയ്യും, നമ്മുടെ ക്യാമറ ഹാക്ക് ചെയ്യുക, നമ്മളെ വാച്ച് ചെയ്യുക, നമ്മുടെ പുറകിന് നടക്കുക, നമ്മളെ ഫോളോ ചെയ്യുക. ഇതിനൊക്കെ ആരോ അവനവരുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരായോ? മാമന്റെ വീട്ടിലെ കാര്യം നോക്കുക, വല്ലൊരു ആണോ മാമന്റെ വീട്ടിലെ കാര്യം നോക്കുന്നത്? മാമൻ സമ്മതിക്കുമോ ആരെയും കൊണ്ടെങ്കിലും കാര്യം? മാമൻ ഇവിടെ ഇല്ലാഞ്ഞപ്പോഴേ എന്തോ വിവരം അറിയും. മാമന്റെ ഭാര്യ അവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ മാമന്റെ വീട്ടില്, വല്ലവരും വന്ന് കാര്യം നോക്കാൻ വന്നോ? വന്നോ ഇവരും അറിയിപ്പിക്കുകയോ? ഇതുപോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണോ? ഇതെന്ത് ഇവിടെ ഗൂണ്ടായിട്ടാണോ നടക്കുന്നത് മാമ? ഇങ്ങനെയും ഗൂണ്ടായിട്ട് എന്തോ അതൊക്കെ കഴിച്ച് മാമ ചോറുണ്ടിട്ട് കാലങ്ങളായി. നമ്മൾ ചോറുണ്ട് പോയാൽ നമ്മളെ ഉടനെ വീർപ്പിച്ച് നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവന്ന്. അതുപോലുള്ള ടെക്നോളജികളാണ് നമുക്ക്. എന്തുവാ മാമൻ അതറിയത്തില്ല, മാമൻ അവ അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. നമ്മുടെ മൂക്കിനകത്തോട്ട് പുകയടിക്കുക. ഇവിടെ കൊണ്ട് വന്നാൽ വൈകിട്ടൊക്കെ നമ്മൾ ഈ പുറക്കെ സംസാരിച്ചെന്ന് വിചാരിച്ചു നമ്മുടെ മുഖത്തോട്ടൊക്കെ പുകയെല്ലാം കൂടെ അടിക്കാൻ തുടങ്ങി. ഇവിടുന്നാണ് അറിയത്തില്ല, ഉടനെ പുക വരും, മുഖത്തോട്ട് പുകയും എല്ലാം കൂടെ അടിച്ചെന്ന് തറപ്പിച്ചേച്ച് പറയാം. എന്തോ പറയുന്നതെന്ന് അറിയോ? ഞാനങ്ങ് കള്ളു കുടിക്കുന്നോണ്ട് ലിവർ ഡിസീസ് അങ്ങനെ. ലിവർ ഡിസീസ് ആകുമ്പോൾ ഒന്ന് കോടികളുടെ ഇതാ, 1 കോടിയൊക്കെ മേടിപ്പോകും. കാരണം ലിവർ വേറെ വാങ്ങും, ഡോണറിനെ വേണം. മാമൻ അറിയത്തില്ല ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ. ആരാന്നറിയാമോ? മാമൻ കഴിച്ചോ? ശരി മാമ, ശരി. ഓക്കെ മാമ, ഓക്കെ, ഗുഡ് നൈറ്റ്.